അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഐക്കിയയിലും ഡേ ടു ഡേയിലൊക്കെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു സീ ഫുഡ് റൈസിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ഒരു ഫിഷ് ചില്ലിയുടെ റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടൊന്ന് കണ്ടു വെക്കുക. ഇതിപ്പം ഒരു വീക്കെൻഡ് നൈറ്റിൽ നമ്മൾ ഐക്കിയയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ വന്നിട്ടുണ്ടല്ലോ, ഉമ്മക്ക് കുറച്ച് സാധനങ്ങൾ നോക്കണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ നമ്മൾ പോയതാണ്. ഇപ്പോൾ അടുത്ത് റമദാനിലൊക്കെ കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ടാണ് തോന്നുന്നു. ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആസ് യൂഷ്വൽ ചട്ടിയുടെയും ചെടിയുടെയും ഒക്കെ ഭാഗത്തായിരുന്നു കേട്ടോ. ഉമ്മയും അതന്നെ, ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ. ഉമ്മയും കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് പുതിയ കളക്ഷനൊക്കെ ചട്ടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു ബ്ലാക്ക് കളറും പിന്നെ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൻ്റെ ഗോൾഡൻ കളറും സിൽവർ കളറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മാൻ്റെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മ. ഇത് നമുക്കിങ്ങനെ നമ്മൾ ഓർക്കിഡൊക്കെ വെക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്കാട്ടോ. ഉമ്മാൻ്റെ അടുത്ത് നാട്ടിൽ ഒരുപാട് ഓർക്കിഡിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ അതിനായിട്ട് അത് 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മക്ക് 1-2 സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതാണ്. എന്തായാലും വീക്കെൻഡ് എവിടെയെങ്കിലുമൊക്കെ പോകണമല്ലോ, അപ്പോൾ പിന്നെ എന്നാൽ ഐക്കിയയിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പം ഇനിയിപ്പം ഏകദേശം കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തീർത്ത് വെക്കുകയാണ്. ഉമ്മ പോകുമ്പം നമ്മളും പോകും കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതെല്ലാം ഒന്ന് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബൗളില്ല, അതിൻ്റെ ഒരു പുതിയ ഷെയ്ഡ് വന്നിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ബ്ലൂ കളറാട്ടോ ഉള്ളത്. ആദ്യമൊക്കെ വൈറ്റ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ വൈറ്റ് കളറാകുമ്പോൾ നമ്മൾ ഇങ്ങനെ മഞ്ഞളൊക്കെ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ കളറ് പിടിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങിക്കലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ നല്ലതാണെന്ന് തോന്നുന്നു. ഇനി ഇൻഷാ അല്ലാ തിരിച്ച് വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഐക്കിയയിൽ വന്നാൽ പിന്നെ ഫുഡ് മസ്റ്റാണല്ലോ. അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്ന് ബിരിയാണി ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നല്ല ബിരിയാണി ആയിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ടായിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു പോയി. ഇത് പിന്നെ പിറ്റേന്നൊരു ഉച്ച സമയത്താട്ടോ പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഞാനൊരു സീ ഫുഡ് റൈസും പിന്നെ ഒരു ഫിഷ് ചില്ലി ആട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉമ്മാക്ക് എൻ്റെ വക എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ആ ഒരു റൈസ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. നമുക്ക് ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണ് ഏകദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈസ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം, ബസ്മതി റൈസ്. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് ഓയിൽ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഉമ്മ എനിക്ക് പ്രോൺസ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഇവിടെ നിന്ന് ലുലുന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ ആ നടുവിലുള്ള ഒരു വെയിനൊന്നും എടുക്കില്ല. ജസ്റ്റ് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി തരുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു വെയിൻ എടുക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും കേട്ടോ.
അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് തന്നെ തലേന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡൈനിങ് ടേബിളിൽ ഒരു പ്ലാന്റ് വെക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ആ ഒരു ബോട്ടിൽ മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോന്ന് പറഞ്ഞപ്പം ഞാൻ ആ ഒരു പച്ചക്കറികളും കൂടി ഒന്ന് എടുത്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് കട്ട് ചെയ്ത് തരാൻ. പിന്നെ ഞാൻ കുറച്ച് കിച്ചൺ ടവൽസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ കിച്ചൺ ടവൽസ്. കൗണ്ടർ ടോപ്പിലൊക്കെ ഇത് വെച്ചിട്ട് നമ്മൾ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലീനിങ് ഒക്കെ നമുക്ക് ഈസി ആയിരിക്കും. പിന്നെ ഈ പ്ലാന്റിൻ്റെ പോട്ട്സൊക്കെ ഉമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. ഉമ്മക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞാൻ എന്തായാലും നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് പിന്നെ ഞാൻ പോട്ട്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ എന്തായാലും നാട്ടിൽ പോയി വന്നാലറിയാം എന്താണ് ചെടിയുടെ അവസ്ഥ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വേറൊരു പണിയും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ഡെക്കോറേറ്റ് ഒന്ന് വെക്കണമായിരുന്നു കേട്ടോ. ഇതെൻ്റെ അടുത്ത് കുറേ മുന്നേ ഉള്ളതാണ്. എൻ്റെ പഴയ കിച്ചണിലൊക്കെ ഞാനിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പാക്ക് ചെയ്തിട്ട് എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മറന്നുപോയി. അപ്പോൾ അടുത്തൊരു സാധനം നോക്കിയപ്പോഴാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഞാനതൊന്നവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡീസീവൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം പിടിക്കുമല്ലോ അതങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഹാങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്ക് തന്നെ എനിക്ക് ഉമ്മ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സീ ഫുഡ് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രോൺസും പിന്നെ ഫിഷ് ഫില്ലയും അല്ലേ അതും ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിഷ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഷ് ഫില്ലയാട്ടോ എടുക്കുന്നത്. അതിലേക്ക് ഉപ്പും കുരുമുളകും സോയ സോസും മുട്ടയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കോൺഫ്ലവറും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പാപ്രിക്ക പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 റെസിപ്പിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നമ്മൾ ഈ പ്രോൺസും ഫിഷ് ഫില്ലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ അതൊന്ന് ജസ്റ്റ് ആ ഒരു ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓയിലിലേക്ക് ആ ഒരു ഫിഷിൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതേ സമയം തന്നെ സൈഡിൽ ഫിഷ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫിഷ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ റൈസിലേക്കുള്ള ആ ഒരു ഫിഷ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അത് കോരി മാറ്റിയതിന് ശേഷം ഞാൻ അതിലേക്കൊരു ഹാഫ് ഒണിയനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു ഹാഫ് ഒണിയനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ഒണിയൻ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാൻ കുറച്ച് ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ബീൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും ബീൻസൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റബിൾസൊക്കെ ഒരുപാടുള്ളതാട്ടോ ഇഷ്ടം. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ശരിക്കും നമ്മൾ ചോറിൻ്റെ ആ ഒരു അളവിന് തന്നെ നമ്മൾ വെജിറ്റബിൾസും അതേപോലെ തന്നെ നമ്മൾ എന്ത് മീറ്റാണോ ഇടുന്നത് അതും അതേപോലെ എഗ്ഗും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ആ ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ ഞാൻ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ റൈസിന് നമ്മൾ വെജിറ്റബിൾസ് വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട. പക്ഷെ ഞാനിവിടെ മോൾക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട് കുറച്ചധികം തന്നെ വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്തിട്ട് എടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവൾ കഴിക്കൂല.
പിന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് ആ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പ്രോൺസും ഫിഷ് ഫില്ലയും കൂടെ ഉള്ളതൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പെപ്പർ പൗഡറും സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൈസ് ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ ബാച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്യുമ്പം റൈസിന് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ റൈസിൻ്റെ പണി അത്രയേ ഉള്ളൂ, അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് ചില്ലി ഒന്ന് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് ഗാർലിക്കും ഗ്രീൻ ചില്ലിയും നന്നായി ഒന്ന് സോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സോട്ടായി ആ ഒരു ഗാർലിക്കിൻ്റെ മണം വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒണിയനും ക്യാപ്സിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓണിയനും ക്യാപ്സിക്കം ഒന്നും വല്ലാണ്ട് അങ്ങനെ വാടിപ്പോണ്ട. കുറച്ചൊരു ക്രിസ്പായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് കെച്ചപ്പും സോയാ സോസും ഗ്രീൻ ചില്ലി സോസും ആഡ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്കും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലർക്ക് ചിക്കൻ്റെ സ്റ്റോക്കൊന്നും ആഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല, അത് ഹെൽത്തി അല്ല എന്നുള്ളവർക്ക്. പക്ഷേ നമ്മൾ വല്ലപ്പോഴും ഒന്നും കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫിഷ് ഫില്ലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. ആ ഒരു ഫിഷ് ഫില്ല ആ ഒരു സോസിലൊന്ന് കിടന്നിട്ടൊന്ന് എല്ലാം ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്കൊരു കോൺഫ്ലവറിൻ്റെ ഒരു സ്ലറി വേണം. പിന്നെ ഇതിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് ആ ഒരു കോൺഫ്ലവറിൻ്റെ സ്ലറി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. അപ്പോഴേക്കും ആ ഒരു കോൺഫ്ലവറൊക്കെ നന്നായി കുക്ക് ചെയ്ത് വന്ന് ആ ഒരു ശരിക്കും നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ഫിഷ് ചില്ലി നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മളുടെ ഫിഷ് ചില്ലിയും റെഡി ആയിട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്. മക്കൾക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാൻ പറഞ്ഞില്ലേ, നാട്ടിൽ പോവാണ് എന്നുള്ളത്. അപ്പം അതിൻ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡേ ടു ഡേയിലാട്ടോ പോയത്. അപ്പം മെയിനായിട്ട് ഉമ്മാക്ക് കാക്കാൻ്റെ മക്കൾക്കുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. എൻ്റെ വീട്ടിൽ മൊത്തം പെൺകുട്ടികളാണ് കേട്ടോ. ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു 4 പേരും പെൺകുട്ടികളാണ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് വേണം.
പിന്നെ ഇതാ ഞാൻ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, അത് നല്ല ഇഷ്ടമായി എനിക്ക്. അതിൻ്റെ കൂടെ ഒരു 3 ബാസ്ക്കറ്റൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ നല്ല പ്രൈസും ഉണ്ടായിരുന്നു കേട്ടോ. 80 ദിർഹംസ് എങ്ങാനും വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എപ്പോൾ വന്നാലും ഞാൻ ഈ ഒരു സെറാമിക് സെക്ഷനിലൊന്ന് വന്ന് നോക്കൂ കേട്ടോ. ചിലപ്പോൾ നമുക്ക് നല്ല പ്രൈസിൽ നല്ല പാത്രങ്ങളൊക്കെ കിട്ടും. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അധികം സാധനമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് മാത്രമേ നോക്കിയെടുക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഫുഡ് കഴിക്കാൻ നമ്മളിവിടെ ഷാമിയാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇതിവിടെ അബുദാബി മോളിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു അറബിക് റെസ്റ്റോറൻ്റ് ആട്ടോ. ഫുഡെല്ലാം ടേസ്റ്റും ഉണ്ട്, എന്നാൽ പ്രൈസും അങ്ങനെ വലിയ കൂടുതലൊന്നുമില്ല. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള നല്ലൊരു റെസ്റ്റോറൻ്റ് ആട്ടോ. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും കാണാനൊക്കെ അടിപൊളിയാട്ടോ. ഒരു പ്രത്യേകതരം ഇൻറ്റീരിയറൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.